Hi everyone, very good morning to all. നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് അല്ലേ നമ്മുടെ സബ്ജക്റ്റ്. നമ്മൾ എന്താ ലാസ്റ്റ് ക്ലാസ്സിലായിട്ട് നിർത്തിയത്? കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ വാട്ട് ഈസ് NFRA, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, അല്ലെങ്കിൽ NFRA എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? എന്തായിരുന്നു NFRA? NFRA എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? It is a separate independent regulatory body. അതൊരു സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി ബോഡിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് NFRA കൊണ്ടുവന്നിട്ടുള്ളത്? എന്തിനു വേണ്ടിയാണ് ഫോം ചെയ്തത്? അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ഡിസിപ്ലിൻസിൽ ലെജിസ്ലേഷൻസ് ഫോം ചെയ്യാൻ, അത് മോണിറ്റർ ചെയ്യാൻ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എൻഫോഴ്സ് ചെയ്യാനുള്ള സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് ബോഡിനെയാണ് മക്കളെ നമ്മൾ എന്ത് പേരിൽ പറയുന്നത്? നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി അല്ലെങ്കിൽ NFRA എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ പറഞ്ഞു അത് 2018 ഒക്ടോബർ 1 എന്ത് ചെയ്തിട്ടുള്ളത്? കെയിം ഇൻ ടു എഫക്റ്റീവ്. അത് നിലവിൽ വന്നിട്ടുള്ളത് 2018 ഒക്ടോബർ 1. ഈ NFRA ഫോം ചെയ്യുന്നത് ഏതിന്റെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ടാണ്? 2013 കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 132, 2013 കമ്പനീസ് ആക്ടിന്റെ 132ാമത്തെ സെക്ഷൻ പ്രകാരമാണ് NFRA അല്ലെങ്കിൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഫോം ചെയ്യുന്നത്. പക്ഷെ അത് നിലവിൽ വന്നതെന്നാ 2018 ഒക്ടോബർ 1. ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞു? NFRA എന്താണെന്നൊക്കെ പറഞ്ഞു, അതിന്റെ റോൾ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ നീഡ് എന്താണെന്ന് പറഞ്ഞു ഇല്ലേ? ഇനി നമ്മൾ പറയാൻ പോണ ടോപ്പിക് ഏതാ? വിച്ച് കമ്പനീസ് വിൽ ബി കവേർഡ് ബൈ NFRA. ഏതൊക്കെ കമ്പനീസ് ആണ് NFRAയുടെ അണ്ടറിൽ കവർ ചെയ്യുന്നത്? NFRAയുടെ അണ്ടറിൽ വരുന്ന കമ്പനീസ് ഏതാണ്? NFRA കവർ ചെയ്യുന്ന കമ്പനികൾ ഏതാണെന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് വൺ, ഒന്നാമത്തെ പോയിന്റ് ആണ് company in which securities are listed on any stock exchange in India or outside India. എന്താ പറയുന്നത്? ഇന്ത്യക്കുള്ളിലോ ഇന്ത്യക്ക് പുറത്തോ, ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള, രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീനെയാണ് മക്കളെ, കമ്പനീനെയാണ് ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയാം. അതാണ് ഏതിൻ്റെ അണ്ടറിൽ കവർ ചെയ്യപ്പെടുന്നത്? NFRA അല്ലെങ്കിൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ അണ്ടറിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, എന്താ പറയുന്നത്? ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ, ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ ഏതിൻ്റെ അണ്ടറിൽ വരുന്നു? നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ അണ്ടറിൽ വരുന്നു. ഇനി ദ സെക്കൻഡ് പോയിന്റ് മീൻസ് ഇൻഷുറൻസ് കമ്പനി, ബാങ്കിങ് കമ്പനി, companies engaged in the generation of supply of electricity. ഇൻഷുറൻസ് കമ്പനികൾ, ബാങ്കിങ് കമ്പനികൾ, അതുപോലെ തന്നെ പവർ, ഇലക്ട്രിസിറ്റി ഒക്കെ സപ്ലൈ ചെയ്യുന്ന, അതെല്ലാം ജനറേറ്റ് ചെയ്യുന്ന കമ്പനികൾ, അതെല്ലാം ഏതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്? ഈ NFRA എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. പിന്നെ ദ തേർഡ് പോയിന്റ് മീൻസ് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസ്. അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് എന്താ? വാട്ട് ഈസ് അൺലിസ്റ്റഡ് കമ്പനി? അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞു, ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞാലേ അത്തരത്തിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്യാത്ത, ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളെയാണ് നമ്മൾ എന്ത് പേര് പറയുക? അൺലിസ്റ്റഡ് കമ്പനി എന്ന് പറയാം. ദെൻ പബ്ലിക് കമ്പനി ഓഫ് കോഴ്സ് നമുക്കറിയാം എന്താ? ഗവൺമെന്റ് ഓണർഷിപ്പ് ഉള്ളത്. സോ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസ് ഹാവിംഗ് paid up capital of rupees 500 crore or more. എന്താ പറയുന്നത്? 500 കോടിയോ അതിലധികമോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി. അതേപോലെ ടേൺ ഓവർ ഓഫ് rupees 1000 crore or more, 1000 കോടി രൂപയോ അതിലധികമോ ടേൺ ഓവർ ഉള്ള കമ്പനി, 1000 കോടി രൂപയോ അതിലധികമോ ടേൺ ഓവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 500 കോടിയോ അതിലധികമോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതുമല്ല എന്നുണ്ടെങ്കിൽ ദ അഗ്രിഗേറ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ഡെപ്പോസിറ്റ്സ് ഓഫ് rupees 500 crore or more in immediately preceding financial year. ഓക്കെ, എന്താ പറയുന്നത്? ഇപ്പൊ ഇത് 2020 നമ്മുടെ വർഷം അല്ലേ? ഈ 2020 നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് മുന്നേയുള്ള വർഷം, ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ, അതേതാ? 2019 വരിക അല്ലേ? സോ 2019-20 ഫിനാൻഷ്യൽ ഇയർ
2018-19. സോ ഈ 2018-19 എന്ന് പറയുന്ന അല്ലെങ്കിൽ തൊട്ട് മുന്നേയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ ലോണുകളും ഡിബഞ്ചേഴ്സും ഡെപ്പോസിറ്റ്സുകളും അഗ്രിഗേറ്റ് ആയിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 500 കോടിയോ അതിലധികമോ വരുന്നുണ്ടെങ്കിൽ അത്തരം അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസും ഏതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്? നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ അണ്ടറിൽ വരുന്നുണ്ട്. ക്ലിയർ ആണോ? നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞത് 3 പോയിന്റുകളാണ്. ഫസ്റ്റ് പോയിന്റ് എന്താ പറയണത്? നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി NFRA എന്ന് പറയുമ്പോൾ ഇന്ത്യക്കുള്ളിലോ ഇന്ത്യക്ക് പുറത്തോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനി. രണ്ടാമത് പറയുന്നു പവർ ജനറേറ്റ് ചെയ്യുന്ന, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന കമ്പനി, ബാങ്കിങ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ്. തേർഡ് വൺ എന്താ പറയുന്നത്? അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത പബ്ലിക് കമ്പനി. അതിന് എന്ത് വേണം? ടേൺ ഓവർ 1000 കോടിയോ അതിലധികമോ വേണം. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 500 കോടിയോ അതിലധികമോ വേണം. പിന്നെ ഡിബഞ്ചറും ഡെപ്പോസിറ്റും ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഒക്കെ കൂടി കൂട്ടുമ്പോൾ 500 കോടിയോ അതിലധികമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഏതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്? നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി അല്ലെങ്കിൽ NFRA അണ്ടറിൽ വരുന്നുണ്ട്. ഇനി വൺ മോർ പോയിന്റ്, ഫോർത്ത് വൺ ആണ് നമുക്ക് പറയാനുള്ളത്. പോയിന്റ് പറയുന്നത് എന്താ? കമ്പനീസ് ഗവേൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ട്, അതായത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് നമ്മുടെ കമ്പനി നിലവിൽ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതും ഏതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട് മക്കളെ? NFRA കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഏതൊക്കെയാ സ്പെഷ്യൽ ആക്ടുകൾ? 1934 RBI ആക്ട്, then 1955 SBI ആക്ട്, then 1956 LIC ആക്ട്, then 1963 യൂണിറ്റ് ട്രസ്റ്റ് ആക്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്താ പറയുന്നത്? NFRA കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ NFRAയുടെ അണ്ടറിൽ വരുന്ന കമ്പനീസ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി. പിന്നെന്താ പറഞ്ഞത്? ഇൻഷുറൻസ് കമ്പനി, ബാങ്കിങ് കമ്പനി, പവർ ജനറേറ്റ് ചെയ്യുന്ന കമ്പനി. പിന്നെ എന്ത് പറഞ്ഞു? അൺലിസ്റ്റഡ് കമ്പനി. ആ അൺലിസ്റ്റഡ് കമ്പനിയുടെ ടേൺ ഓവർ 1000 കോടി രൂപ അതിലധികമോ വേണം. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 500 കോടി അതിലധികമോ വേണം. ദെൻ അഗ്രിഗേറ്റ് ഇൻകം എന്ന് പറയുന്നത് 500 കോടി അതിലധികമോ വേണം. അഗ്രിഗേറ്റ് ഇൻകം അല്ല, അഗ്രിഗേറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, ലോൺസ് എക്സെട്ര. ഇനി ഇപ്പം പറയണത് എന്താ? അതിന് പുറമെ ഏതെങ്കിലും ഒക്കെ സ്പെഷ്യൽ ആക്ടുകൾ മൂലം അല്ലെങ്കിൽ ആക്ട് ത്രൂ ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനീസ് 1934 RBI ആക്ട് ആവാം, 1955 SBI ആക്ട് ആവാം, 1956 LIC ആക്ട് ആവാം, 1963 UTI ആക്ട് ആവാം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് എന്താ? ഒരു കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ഇൻകം ഓൾ ടോട്ടൽ ഇൻകം 20% കൂടുതലാണെങ്കിൽ അത് ഏതിൻ്റെ അണ്ടറിൽ വരും? NFRA അല്ലെങ്കിൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ അണ്ടറിൽ വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് വളരെ മിനിമം ഒരു ടോപ്പിക്കാണ്, ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കോട് കൂടിയിട്ട് NFRAയുടെ ഭാഗം അവസാനിച്ചു. അപ്പൊ നാളെ നമ്മൾ എന്ത് ചെയ്യും? അടുത്തൊരു അതോറിറ്റി അല്ലെങ്കിൽ അടുത്തൊരു ബോർഡ് എടുക്കും. ഓക്കെ, സോ NFRA എന്താ പറയുന്നത്? നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി ബോഡിയാണ്. 2018 ഒക്ടോബർ 1 നിലവിൽ വന്നിട്ടുള്ളത്. 2013 കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 132 പ്രകാരമാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതിന്റെ റൂളുകൾ എന്താന്ന് പറഞ്ഞു, നീഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞത് എന്താണ്? NFRA ഏതൊക്കെ കമ്പനികളെ കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെ കമ്പനികളാ? 5 പോയിന്റ് പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി. രണ്ടാമത് എന്താ പറഞ്ഞത്? ഇൻഷുറൻസ്, ബാങ്കിങ്, പവർ ജനറേറ്റ് ചെയ്യുന്ന കമ്പനീസ്. ദെൻ മൂന്നാമത് നമ്മൾ എന്താ പറയുന്നത്? അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി. അതിന് ടേൺ ഓവർ 1000 കോടി അതിലധികം ആവണം, അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 500 കോടി അതിലധികം ആവണം. അതുമല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ലോൺസിന്റെ അഗ്രിഗേറ്റ് എമൗണ്ട് 500 കോടി അതിലധികം ആവണം. വേണ്ടേ? ദെൻ ഈ പോയിന്റ്, ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നമ്മൾ പറയുന്നത്? സ്പെഷ്യൽ ആക്ട് പ്രകാരം ഫോം ചെയ്യപ്പെട്ട കമ്പനി. 1934 RBI ആക്ട്, 1955 SBI ആക്ട്, 1956 LIC ആക്ട്, 1963 UTI ആക്ട്. ഇനി ഇതിന്റെ പുറമെ ഒരു കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ഇൻകം
20% കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്തരം കമ്പനി ഏതിൻ്റെ അണ്ടറിൽ വരും? NFRA അണ്ടറിൽ വരും. ഓക്കെ, കുഞ്ഞൊരു ടോപ്പിക്കാണ്, മിനിമേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. താങ്ക് യു.